ഓം വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2024 വിഷുഫലങ്ങളെക്കുറിച്ചിട്ടാണ്. 1199 കൊല്ലവർഷം മേടമാസം 1-ാം തീയതി മുതലുള്ള ഒരു വർഷക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. മേടസംക്രമം നടക്കുന്നത് 2024 ഏപ്രിൽ 13 ശനിയാഴ്ച രാത്രി 9:25 അപ്പോൾ വിഷുഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മാന്യ പ്രേക്ഷകർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു പൊതുഫലമാണ്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചായിരിക്കും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത്. ഇത് ഗോചരഫലമാണ്. അപ്പോൾ ജാതകത്തിൽ നിങ്ങളുടെ ദശാഭുക്തി അനുകൂലമാണെങ്കിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഫലങ്ങളിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മാന്യ പ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. വർഷഫലങ്ങൾ പ്രധാനമായും പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അനുസരിച്ചിട്ടാണ്. കാര്യം വ്യാഴമാണ് ഒരു വലിയ ഗ്രഹം. അത് കഴിഞ്ഞാൽ ശനി, രാഹു, കേതു. മറ്റു ഗ്രഹങ്ങളെല്ലാം 1 മാസം, 1.5 മാസം, ചന്ദ്രൻ 2.25 ദിവസം, ഇങ്ങനെയാണ് രാശി മാറുന്നത്. അതുകൊണ്ട് ആ ഗ്രഹങ്ങളെ നമ്മൾ കൂടുതലായി ഇതിനകത്ത് കണക്കിലെടുക്കുന്നില്ല. പ്രധാനമായും 4 ഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ വർഷം രാശി മാറുന്ന ഗ്രഹം വ്യാഴനാണ്. മെയ് 1 മേടൻ രാശിയിൽ നിന്നും ശുക്രൻ്റെ വീടായ ഇടവൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്നു. അതോടൊപ്പം വ്യാഴം 2024 ഒക്ടോബർ 9 മുതൽ 2025 ഫെബ്രുവരി വരെ വക്രത്തിലും സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ ഈ വർഷം രാശി മാറുന്നില്ല. ശനി അടുത്ത വർഷം മാർച്ച് 29 ശനിയാഴ്ച കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറും. പിന്നെ മറ്റു ഗ്രഹങ്ങൾ ഓരോ മാസങ്ങളിലും രാശി മാറുന്നുണ്ട്. വിഷുഫലത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമായും വ്യാഴം, ശനി, രാഹുകേതുക്കളെ കണക്കിലെടുത്താണ് ഫലം പറയുന്നത്. ഇനി ഓരോ രാശിക്കാർക്കും വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് മേടമാസത്തിൻ്റെ തുടക്കത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം ജന്മത്തിൽ, അതായത് ജന്മരാശിയിൽ 1-ാം ഭാവത്തിലും, അതോടൊപ്പം സൂര്യനും, ചന്ദ്രൻ 3-ൽ, 6-ൽ കേതു, 11-ൽ ശനിയും കുജനും, 12-ൽ ശുക്രൻ ഉച്ചൻ, കൂടെ രാഹുവും ബുധനും. ഇതാണ് വിഷുദിനത്തിൽ മേടൻ രാശിക്കാരുടെ ഗ്രഹനില കാണിക്കുന്നത്. മേടൻ രാശിക്കാർക്ക് മേടമാസം തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോൾ ദേവഗുരുവായ വ്യാഴം ധനസ്ഥാനമായ 2-ൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ഇത് ഏകദേശം 1.25 വർഷം ഇതേ രാശിയിൽ സഞ്ചരിക്കുന്നതാണ്. ധനം, കുടുംബം, വാക്ക് ഇതൊക്കെ മേന്മയടയും. അതായത് ധനകാര്യത്തിൽ വളർച്ചയുണ്ടാവും, കുടുംബത്തിൽ ഐക്യമുണ്ടാവും, നിങ്ങളുടെ വാക്ക് മറ്റുള്ളവർ ബഹുമാനിക്കും. ഇതൊക്കെ ആയിരിക്കും വ്യാഴം 2-ലോട്ട് മാറുമ്പോൾ അനുഭവപ്പെടുന്നത്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ വാക്കുകൾ അംഗീകരിക്കപ്പെടും. വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹപ്രായമായ ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കും. 2-ാം വിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നടക്കും. ദമ്പതിമാർ സ്നേഹത്തോടെ കഴിയും. പ്രണയിതാക്കൾക്ക് നല്ല സമയമാണ്. നിങ്ങളുടെ ചില തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്ന വർഷമായിരിക്കും. രോഗദുരിതങ്ങൾ മികച്ച ചികിത്സയിലൂടെ മാറിക്കിട്ടും. ധാരാളം യാത്രകൾ ചെയ്യും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും. മേടമാസം ആരംഭത്തിൽ ആഡംബര വസ്തുക്കൾ വാങ്ങാനും, പ്രത്യേകിച്ച് വീട്, വസ്തു, വാഹനം ഇവ വാങ്ങാൻ സാധ്യത കാണുന്നു. അനുകൂല ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം, വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കും.
ജോലിയിലുള്ളവർക്ക് ഉന്നത സ്ഥാനമാനങ്ങളും ശമ്പള വർധനവും ഒക്കെ പ്രതീക്ഷിക്കാം. ചിലർക്ക് സർക്കാർ ജോലി ലഭിക്കും. വസ്തുസംബന്ധമായ കേസുകൾ പരിഹരിക്കപ്പെടും. ശത്രുക്കളെ പരാജയപ്പെടുത്തും. കടം തീർക്കാൻ കഴിയും. ബന്ധുക്കളോ സുഹൃത്തുക്കളോ പിണക്കത്തിലാണെങ്കിൽ പിണക്കം മാറി അവർ നിങ്ങളെ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ തീരും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. പൊതുവെ മേടൻ രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് കാണുന്നത്. ഇടവൻ രാശി: കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം ചേരുന്ന ഇടവൻ രാശിക്ക് മേടമാസത്തിൻ്റെ തുടക്കത്തിൽ ചന്ദ്രൻ 2-ൽ, കേതു 5-ൽ, ശനിയും ചൊവ്വയും 10-ൽ, ബുധൻ ശുക്രൻ രാഹു 11-ൽ, വ്യാഴനും സൂര്യനും 12-ൽ. ഇതാണ് തുടക്കത്തിലെ ഗ്രഹനില. മാസത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴം 12-ൽ മറഞ്ഞു നിൽക്കുന്നതിനാൽ ചിലവുകൾ അധികരിക്കും. പ്രത്യേകിച്ച് ശുഭചിലവുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ വ്യാഴം ജന്മത്തിൽ വരുന്നതോടെ ഒരു ധൈര്യം കൈവരിക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്നും സഹായമുണ്ടാകും. പുതിയ മുതലീടുകൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത. വിദേശയാത്ര, വിദേശത്ത് ജോലിക്ക് വേണ്ടി പോവുക, വിദേശത്ത് സ്ഥിരമായി താമസിക്കാനുള്ള അനുമതി പത്രമായ GC, PR, RP മുതലായവ ലഭിക്കും. നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നൊരു വർഷമായിരിക്കും. വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വരും. സന്താന ഭാഗ്യമുണ്ടാകും. ദീർഘനാളായി എങ്ങും എത്താതെ കിടന്ന കേസ് വഴക്കുകൾ ഒത്തുതീർപ്പിലാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് തൊഴിലിൽ മുന്നേറ്റമുണ്ടാകും. 5-ാം ഭാവത്തിലെ കേതു പ്രണയിക്കുന്നവർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്നതാണ്. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ ഒരു പരിധിവരെ അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികൾക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകാം. എന്നാൽ അതും പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ്. 2024 മെയ് മാസത്തോടെ ദോഷഫലങ്ങൾ മാറിക്കിട്ടും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും. പലവിധ സൗഭാഗ്യങ്ങളും ഇടവൻ രാശിക്കാർക്ക് അനുഭവിക്കാൻ യോഗമുണ്ടാകും. ജന്മഗുരു നിങ്ങൾക്ക് തേജസ് വർദ്ധിപ്പിക്കും. ഒരു ധൈര്യമുണ്ടാക്കും. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനമുണ്ടാകും. എന്നാൽ ഓപ്പറേഷൻ മൂലമായിരിക്കും അത് സാധ്യമായി കാണുന്നത്. ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാലും ഗുരുവിൻ്റെ ദൃഷ്ടി മൂലം എല്ലാം ഭംഗിയായിരിക്കും. ഇത് ഒരു സാമാന്യ ഫലമാണ്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. മിഥുനൻ രാശി: മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർതം ആദ്യ 3 പാദങ്ങൾ ചേരുന്ന മിഥുനൻ രാശിക്കാരുടെ മേടമാസത്തിലെ ഗ്രഹനില ഇപ്രകാരമാണ്. ജന്മത്തിൽ ചന്ദ്രൻ, 4-ൽ കേതു, 9-ൽ ശനിയും ചൊവ്വയും, 10-ൽ ബുധൻ ശുക്രൻ രാഹു, 11-ൽ സൂര്യനും ഗുരുവും. മിഥുനൻ രാശിക്കാർക്ക് എപ്പോഴും ഒരു വെപ്രാളമാണ്. വളരെ ബുദ്ധിമാന്മാരായ മിഥുനൻ രാശിക്കാർ ഏത് പ്രതിസന്ധി വന്നാലും അതെല്ലാം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നതാണ്. ഇവർക്ക് പൊതുവെ സമാധാനം ഉണ്ടാകില്ല. ഇത് വേണോ അത് വേണോ എന്ന ചിന്ത അലട്ടിക്കൊണ്ടേയിരിക്കും. മേടമാസം തുടക്കത്തിൽ മിഥുനൻ രാശിക്കാർക്ക് ദീർഘദൂര പ്രയാണമുണ്ടാകും. തൊഴിലിൽ മുന്നേറ്റം, പുതിയ ജോലി, വിദേശത്തെ ജോലി സാധ്യത, വിദേശ യാത്ര. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉന്നത പഠനത്തിന് വിദേശ രാജ്യത്ത് പഠിക്കാൻ യോഗം. വിദേശ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കും. അതുപോലെ വിദേശത്ത് സ്ഥിര താമസത്തിനുള്ള അനുമതി പത്രമായ GC, PR, റെസിഡൻറ്റ് പെർമിറ്റ് മുതലായവയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി അവ നിങ്ങൾക്ക് ലഭ്യമാകും. സുഖസ്ഥാനമായ 4-ൽ കേതു നിൽക്കുന്നതിനാൽ അടിക്കടി രോഗാരിഷ്ടതകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മാതാവിന് രോഗം, അതുമൂലം വിഷമം. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണി. ദീർഘയാത്രകളിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം. കഴിയുന്നതും രാത്രി യാത്ര ഒഴിവാക്കുക. ചെറിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. മാനസികമായ ഒരു സുഖക്കുറവ് വീട്ടിൽ അനുഭവപ്പെടും. 10-ൽ സഞ്ചരിക്കുന്ന രാഹു നിങ്ങൾക്ക് തൊഴിൽ മാറ്റം നേടിത്തരുന്നതാണ്. ചിലർക്ക് വിദേശത്ത് ജോലി ലഭ്യമാകും. വിനോദരംഗത്ത്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം നല്ല സമയമായിരിക്കും. ശനി ഈ വർഷം രാശി മാറുന്നില്ല. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് തന്നെ ശനി സഞ്ചരിക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾ ശനിയെ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്യും. അതിനുള്ള അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തിന് ശേഷം ചിലവുകൾ അധികരിക്കും.
കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിനോ അല്ലെങ്കിൽ പ്രായമായ മക്കളുടെ വിവാഹത്തിനോ പണം ധാരാളം ചിലവാക്കേണ്ടതായി വരും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിദേശത്ത് പോയി താമസിക്കാൻ ദീർഘകാലം കൊണ്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതാണ്. പൊതുവേ മെയ് മാസത്തിന് ശേഷം ചിലവുകൾ നിങ്ങൾക്ക് അധികരിക്കും. എന്തായാലും ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനിയെ കൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. കർക്കിടകൻ രാശി. പുണർതം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്കാർക്ക് വിഷുഫലം എന്താണെന്ന് നോക്കാം. മേടമാസത്തിലെ ആദ്യത്തെ 2 ആഴ്ച വരെ വ്യാഴം കർമ്മത്തിലും അതിനുശേഷം സർവാവിഷ്ട സ്ഥാനമായ 11ലും വരുന്നു. ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു, അതോടൊപ്പം തന്നെ ചൊവ്വയും. ഈ വർഷം ശനിമാറ്റമില്ല. രാഹു 9ലും കേതു 3ലും സഞ്ചരിക്കുന്നു. ഇതിൽ കേതുവിൻ്റെ ഫലം നന്നായിരിക്കും. മേടമാസത്തിൻ്റെ തുടക്കത്തിൽ കർമ്മസ്ഥാനത്ത് സൂര്യനും വ്യാഴനുമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ഉദ്യമങ്ങൾ എന്തു തന്നെയായാലും അത് വിജയിക്കും. സഹോദരങ്ങളാലുള്ള പിണക്കം മാറും. യാത്രകൾ കൊണ്ട് ഫലമുണ്ടാകും. അഷ്ടമശനിയാൽ കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നതാണ്. ഒരു പ്രാവശ്യം പോകേണ്ട സ്ഥലത്ത് പല പ്രാവശ്യം പോകേണ്ടതായി വരും. അലച്ചിലുണ്ടാകും. അസ്ഥി സംബന്ധമായ രോഗം, ചർമ്മരോഗം എന്നിവയ്ക്ക് സാധ്യത. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ കീഴ് ജീവനക്കാരോട് കലഹത്തിനൊന്നും പോകരുത്. പിതാവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. മുതിർന്ന സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടാകും. സമൂഹ മധ്യത്തിൽ പ്രശസ്തി ഉണ്ടാകും. ഏത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ധനനേട്ടവും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധനനേട്ടവും പ്രശസ്തിയും ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കും. വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹം നടക്കും. അതുപോലെ 2ാം വിവാഹത്തിന് ശ്രമിച്ചു കൊണ്ടിരുന്നവർക്കും വിവാഹം നടക്കുന്നതാണ്. നിങ്ങളുടെ വിവാഹപ്രായമായ മക്കളുടെ വിവാഹം നടക്കും. സന്താനത്തിനായി ദീർഘനാൾ കാത്തിരുന്നവർക്ക് സന്താനയോഗമുണ്ടാകും. ദമ്പതിമാർ ഐക്യത്തിൽ കഴിയും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. പൊതുവെ നിങ്ങളുടെ അഭിലാഷങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമായിരിക്കും. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് വിഷുഫലം അത്ര അനുകൂലമല്ല. മേടമാസം തുടങ്ങുമ്പോൾ വ്യാഴം 9ലും 2 ആഴ്ച കഴിഞ്ഞ് വ്യാഴം 10ലും സഞ്ചരിക്കുന്നു. ശനി ഈ വർഷം രാശി മാറുന്നില്ല. ശനി ചിങ്ങൻ രാശിക്കാർക്ക് കണ്ടകശനിയായി 7ൽ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വയും 7ാം ഭാവത്തിൽ ശനിയോടൊപ്പം സഞ്ചരിക്കുന്നു. രാഹു 8ലും 9ൽ സൂര്യനും വ്യാഴനും കേതു 2ലും സഞ്ചരിക്കുന്നു. ഇതാണ് മേടമാസം തുടങ്ങുമ്പോഴുള്ള ചിങ്ങൻ രാശിക്കാരുടെ ഗ്രഹനില. ജോലി സംബന്ധമായ മാറ്റം എന്തായാലും ഉണ്ടാകുന്നതാണ്. ചിലർക്ക് ജോലി നഷ്ടമായാലും 3 മാസത്തിന് ശേഷം ലഭിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് ഒരു സ്വസ്ഥത കാണില്ല. മേലധികാരികളുമായി എപ്പോഴും സംഘർഷമായിരിക്കും. കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും സഹകരണം ഉണ്ടാവില്ല. കുടുംബ സംബന്ധമായി മനപ്രയാസമുണ്ടാകും. വീട്ടിൽ കലഹവും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകില്ല. നിങ്ങളുടെ സംസാരം നിങ്ങൾക്ക് ദോഷം ചെയ്യും. കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയാൻ തോന്നും. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും. കടം വാങ്ങേണ്ട അവസ്ഥ. ഉദ്ദേശിച്ച കാര്യങ്ങളിൽ തടസ്സം നേരിടും. മനോവേദന എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്ത് വരുന്നതിനാൽ ഇത് സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ തരണം ചെയ്യുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കാതിരിക്കുക. രേഖകളിലൊന്നും വ്യക്തമായി വായിച്ച് മനസ്സിലാക്കാതെ ഒപ്പിടാതിരിക്കുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കൂടെയുള്ളവരെ സംശയിക്കാനിടയാകും. പുതിയ മുതൽ മുടക്കിനൊന്നും നിൽക്കരുത്. പുതിയ കടം വാങ്ങി പഴയ കടം തീർക്കാൻ ശ്രമിക്കും. വീടിന് അറ്റകുറ്റപ്പണികൾ ചെയ്യും. മാതാവിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടാകും. പൊതുവെ ചിങ്ങൻ രാശിക്കാർക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നതാണ്. കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് മേടമാസം തുടങ്ങുമ്പോൾ
ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. വ്യാഴം അഷ്ടമത്തിൽ സൂര്യനോടൊപ്പം സഞ്ചരിക്കുന്നു. കേതു ജന്മത്തിൽ, ശനിയും ചൊവ്വയും 6-ൽ, രാഹു 7-ൽ. ഇതാണ് പ്രധാന ഗ്രഹങ്ങളുടെ സഞ്ചാരസ്ഥിതി. മെയ് 1 മുതൽ ധനകാരകൻ കൂടിയായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ്റെ വീട്ടിൽ സഞ്ചരിച്ചു തുടങ്ങുന്നതോടുകൂടി കന്നിരാശിക്കാരുടെ ഭാഗ്യം തെളിയും. ശനിയും അനുകൂലമായി 6-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കന്നിരാശിക്കാർക്ക് ഈ വർഷം വളരെ നന്നായിരിക്കും. മേടമാസത്തിൻ്റെ അവസാനത്തെ 2 ആഴ്ച കഴിഞ്ഞാൽ വ്യാഴം നിങ്ങൾക്ക് വളരെ അനുകൂലമായി 9-ൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നതിനാൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അലച്ചിലും മാറിക്കിട്ടും. മനസ്സന്തോഷവും ആഗ്രഹങ്ങളും നടന്നു കിട്ടും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കും. അതുപോലെ തന്നെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കും നല്ല ജോലി ലഭിക്കുന്നതാണ്. നിലവിൽ ജോലിയിൽ ഉള്ളവർക്ക് പ്രൊമോഷനും ശമ്പള വർധനവുമൊക്കെ പ്രതീക്ഷിക്കാം. പിതാവുമായി നല്ല സഹകരണം ഉണ്ടാകും. പിതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും. ഗുരുതുല്യരായവരെ കണ്ടുമുട്ടും. മഹാക്ഷേത്രങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും സന്ദർശിക്കും. തീർത്ഥയാത്രകൾ പോകും. വിദേശയാത്രകൾ ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർക്ക് സ്ഥിരതാമസത്തിനുള്ള GC, RP, PR മുതലായവ ലഭിക്കുന്നതാണ്. പൊതുവെ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം. ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കം മാറും. യാത്രകൾ മൂലം ലാഭം. ദീർഘകാലം സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം. കുട്ടികൾ മൂലം മനസ്സന്തോഷം. പ്രണയിതാക്കൾക്ക് അടുത്ത ഘട്ടമായ വിവാഹത്തിനെക്കുറിച്ച് തീരുമാനമെടുക്കാം. ഷെയർ ട്രേഡിംഗ്, ഊഹക്കച്ചവടം, ഇൻഷുറൻസ്, ലോട്ടറി വഴി ധനനേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് മംഗല്യഭാഗ്യവും ഉണ്ടാകും. കുടുംബദേവതയുടെ അനുഗ്രഹവും ഉണ്ടാകും. ശത്രുക്കളെ പരാജയപ്പെടുത്തും. ദീർഘകാലമായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ചില ശത്രുക്കളുടെ ശല്യം ഒഴിഞ്ഞുമാറും. ദീർഘകാലമായി നിലനിന്നിരുന്ന കേസ് വഴക്കുകൾ കോടതിക്ക് വെളിയിൽ രമ്യമായി പരിഹരിക്കപ്പെടും. ഉന്നത പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ അവസരം കിട്ടും. പഠനത്തിൽ വിദ്യാർത്ഥികൾ മികവ് പുലർത്തും. ഇതൊക്കെയാണെങ്കിലും ദമ്പതിമാർ തമ്മിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കലഹങ്ങളും ഉണ്ടാകുന്നതാണ്. അകന്നു കഴിയേണ്ട സാഹചര്യം ഉണ്ടാകും. സമൂഹ മധ്യത്തിൽ നിന്നും മാറി നിൽക്കാൻ തോന്നും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. പൊതുവെ കന്നിരാശിക്കാർക്ക് വിഷുഫലം അനുകൂലമാണ്. തുലാൻ രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദങ്ങൾ ചേരുന്ന തുലാൻ രാശിക്കാർക്ക് മേടമാസം തുടങ്ങുമ്പോഴുള്ള ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം 7-ൽ സൂര്യനോടൊപ്പം, ശനി 5-ൽ, അതോടൊപ്പം തന്നെ ചൊവ്വയും 5-ൽ, രാഹു 6-ൽ, കേതു 12-ൽ. ആദ്യത്തെ 2 ആഴ്ച കഴിയുമ്പോൾ വ്യാഴം 7-ൽ നിന്നും അഷ്ടമസ്ഥാനത്ത് 8-ൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. വ്യാഴമൊഴിച്ച് മറ്റു പ്രധാന ഗ്രഹങ്ങളായ രാഹു, കേതുക്കളും ശനിയും അനുകൂലമായിട്ടാണ് തുലാൻ രാശിക്കാർക്ക് സഞ്ചരിക്കുന്നത്. വ്യാഴം നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഗ്രഹമായതിനാൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നൽകില്ല. അപ്രതീക്ഷിതമായി ധനനേട്ടമുണ്ടാകുന്ന വർഷമായിരിക്കും. അത് സ്ത്രീകൾ മുഖേന ലഭിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ കടം വാങ്ങാനുള്ള അവസ്ഥയും ഉണ്ടാകും. സ്വത്ത് സംബന്ധമായി ചില തർക്കങ്ങളുണ്ടാകാം. കുട്ടികൾ മുഖേന മനോവേദന ഉണ്ടാകും. അവർ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങും. മേടമാസത്തിൻ്റെ തുടക്കത്തിൽ ചില തുലാൻ രാശിക്കാർക്ക് സ്ത്രീകൾ മുഖേന വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം. എന്നാൽ മെയ് മാസം പകുതിയോടെ അവർ മൂലമുള്ള കേസ് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടുകയും ചെയ്യും. വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് മംഗല്യയോഗം, ധനനേട്ടം, കുടുംബസൗഖ്യം എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഉറക്കക്കുറവുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. തീർത്ഥയാത്രകൾ പോകും. ശത്രുക്കൾ ഒഴിഞ്ഞു പോകും. കടങ്ങൾ കുറയും. കേസ് വഴക്കുകൾ രമ്യതയിലെത്തും. സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ ട്രേഡിംഗ് മുഖേന ധനനേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ സമയം ശ്രദ്ധിക്കേണ്ടതാണ്. ദമ്പതിമാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുമൂലം അകൽച്ചയും ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ച ലാഭം കിട്ടണമെന്നില്ല. പൊതുവെ തുലാൻ രാശിക്കാർക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്നിരുന്നാലും വ്യാഴൻ്റെ അനുകൂല ദൃഷ്ടി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ധനം എന്തായാലും ഉണ്ടാകും. വീട്ടിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ആശ്വാസം ലഭിക്കും. ചിലവുകൾ
വർദ്ധിക്കുന്ന ഒരു വർഷവും കൂടിയാണ്. വൃശ്ചികൻ രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് മേടമാസം തുടങ്ങുമ്പോഴുള്ള ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴവും സൂര്യനും 6-ലും, ശനിയും ചൊവ്വയും 4-ലും, രാഹു ശുക്രൻ ബുധൻ 5-ലും, കേതു 11-ലും സഞ്ചരിക്കുന്നു. മേടമാസത്തിൻ്റെ അവസാനത്തോടെ, അതായത് മെയ് 1-ന് വ്യാഴം 6-ൽ നിന്നും സപ്തമസ്ഥാനമായ 7-ാം ഭാവത്ത് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. വളരെ കാലമായി വിവാഹിതരാകാൻ കാത്തിരുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് അനുയോജ്യമായ വിവാഹ ആലോചനകൾ വരും. അകന്നു കഴിഞ്ഞ ദമ്പതിമാർ പിണക്കം മാറി രമ്യതയിലെത്തും. ഡിവോഴ്സിനായി കേസ് കൊടുത്ത ചില വൃശ്ചികൻ രാശിക്കാർ കേസുകൾ ഒഴിവാക്കി വീണ്ടും ഒത്തുചേരും. എന്നാൽ മറ്റു ചില വൃശ്ചികൻ രാശിക്കാർക്ക് ആഗ്രഹിച്ചതുപോലെ ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങൾ നികത്താൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം. കണ്ടകശനി നടക്കുന്നതിനാൽ പുതിയ മുതൽ മുടക്കിനൊന്നും നിൽക്കരുത്. രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾക്ക് പല വഴികളിലൂടെ വരുമാനമുണ്ടാകാം. നിങ്ങളുടെ ഉദ്യമങ്ങൾ വിജയിക്കും. ജോലിയിലുള്ളവർക്ക് അവരുടെ പ്രോജക്റ്റുകൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് വിദേശത്തായാലും സ്വദേശത്തായാലും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ശമ്പള വർധനവോ ട്രാൻസ്ഫറോ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അത് തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് അവയൊക്കെ ലഭിക്കുന്നതാണ്. പ്രണയിതാക്കൾക്കിടയിലെ പിണക്കം മാറും. ഒരു പരിധിവരെ ഒത്തുതീർപ്പോടെ മുന്നോട്ട് പോകുന്നതാണ്. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് വിദഗ്ധ ചികിത്സയിലൂടെ സന്താന ഭാഗ്യമുണ്ടാകും. ചിലർക്ക് ഓപ്പറേഷൻ വേണ്ടി വരുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ധൈര്യവും ചുറുചുറുക്കും പ്രകടമാക്കും. നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നതാണ്. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും മനസ്സന്തോഷവും വൃശ്ചികൻ രാശിക്കാർക്ക് ലഭിക്കുന്നൊരു സമയമായിരിക്കും. കഴിഞ്ഞ 2-3 വർഷമായി അനുഭവിച്ചു വന്നിരുന്ന മനപ്രയാസങ്ങളും തടസ്സങ്ങളും ദുരിതങ്ങളുമൊക്കെ മാറിക്കിട്ടുന്നതാണ്. പൊതുവെ വൃശ്ചികൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിഷുഫലമാണ് കാണുന്നത്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം ചേരുന്ന ധനുരാശിക്ക് മേടമാസം തുടക്കത്തിലെ രാശിനില പരിശോധിച്ചാൽ സൂര്യനും വ്യാഴനും 5-ൽ, ശനിയും ചൊവ്വയും 3-ൽ, ശുക്രൻ ബുധൻ രാഹു 4-ൽ, കേതു 10-ൽ. മേടമാസത്തിൻ്റെ തുടക്കം ധനുരാശിക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ മെയ് മാസത്തോടെ വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനമായ 6-ൽ സഞ്ചാരം തുടങ്ങുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. ജോലിയിൽ മാറ്റമുണ്ടാകും, അല്ലെങ്കിൽ ജോലി മാറും. വേറൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒക്കെ നിങ്ങൾക്ക് ജോലി സംബന്ധമായി പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. പ്രമുഖരെ കണ്ടുമുട്ടും. മുതിർന്ന സഹോദരങ്ങളാൽ ആദായം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും സഹകരണമുണ്ടാകും. രോഗദുരിതങ്ങൾ വന്നാലും അവ പെട്ടെന്ന് ഭേദമാകും. കേസ് വഴക്കുകൾ ഉണ്ടാകാം. അവയൊക്കെ കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യുന്നതാണ്. ചിലർക്ക് വസ്തുവോ വീടോ വാങ്ങാൻ അവസരം. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും. ധനവരവുണ്ടാകുന്ന സമയമായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ചിലവും വർദ്ധിക്കും. കുട്ടികൾക്ക് വേണ്ടി പണം ധാരാളം ചിലവഴിക്കും. ജോലിയിലുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ പരിഹരിക്കപ്പെടും. ബാങ്കിംഗ്, അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മീഡിയ, അഡ്വർടൈസിംഗ് രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ചില ധനുരാശിക്കാർക്ക് വീട് വിട്ട് താമസിക്കേണ്ടതായും വരും. മാതാവിന് രോഗാരിഷ്ടതകൾ വരാനും സാധ്യത കാണുന്നു. പൊതുവെ ധനുരാശിക്കാർക്ക് ഗിഡ്ഡകലർന്ന ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. മകരൻ രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരൻ രാശിക്ക് മേടമാസം തുടങ്ങുമ്പോൾ വ്യാഴം 4-ൽ, സൂര്യനും 4-ൽ, രാഹു 3-ൽ, ബുധൻ 3-ൽ, ശുക്രനും 3-ൽ, ശനിയും ചൊവ്വയും 2-ൽ, കേതു 9-ലും സഞ്ചരിക്കുന്നു.
മേടമാസത്തിൻ്റെ ആദ്യ രണ്ടാഴ്ച ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ കാലതാമസം നേരിടുന്നതാണ്. എന്നാലും മാസത്തിൻ്റെ അവസാനത്തോടെ, അതായത് മേടമാസം പകുതി കഴിഞ്ഞാൽ മെയ് 1 മുതൽ വ്യാഴം പഞ്ചമസ്ഥാനത്ത് സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ വളരെയധികം ഗുണഫലങ്ങൾ മകരം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് നല്ല വിവാഹം നടക്കും, സന്താന യോഗം ഉണ്ടാകും, പ്രണയിതാക്കൾ വിവാഹിതരാകും. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് സിനിമ സീരിയൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലർക്ക് വീട് വിട്ട് താമസിക്കേണ്ടതായി വരും. കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. കുട്ടികളാൽ മനസ്സന്തോഷം, ശത്രുശല്യം ഒഴിയും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം. ഗുരു തുല്യരായവരെ കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും. തീർത്ഥയാത്രകൾ പോകും. പിതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും. ഉന്നത പഠനത്തിന് യോഗ്യത നേടും. വിദേശ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ യോഗമുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടും. തൊഴിൽ നേട്ടം, തൊഴിൽ മാറ്റം, ബിസിനസ്സിൽ അധിക ലാഭം, സമൂഹ മധ്യത്തിൽ പ്രശസ്തി, ധനനേട്ടം ഇവയൊക്കെ ഈ വർഷം മകരം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ജനനകാല ജാതകമനുസരിച്ച് അനുകൂല ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ മകരം രാശിക്കാർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന അനേകം നല്ല കാര്യങ്ങൾ ഈ വർഷം നടക്കുന്നതാണ്. കുംഭൻ രാശി അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദം ചേരുന്ന കുംഭൻ രാശിക്കാരുടെ മേടമാസത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ ജന്മത്തിൽ ശനിയും ചൊവ്വയും, 2-ൽ രാഹു ശുക്രൻ ബുധൻ, 3-ൽ സൂര്യനും വ്യാഴനും, 8-ൽ കേതു. മേടമാസത്തിൻ്റെ തുടക്കം ഇപ്പോഴുള്ള നിലയിൽ തന്നെ തുടരുന്നതാണ്. എന്നാൽ മേടമാസത്തിൻ്റെ പകുതിയാകുമ്പോൾ, അതായത് മെയ് 1 മുതൽ 3-ലെ വ്യാഴം സുഖസ്ഥാനമായ 4-ൽ ഇടവൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നതോടെ കുംഭൻ രാശിക്കാർക്ക് കുറച്ചൊന്നു ആശ്വസിക്കാം. ജന്മശനി നടക്കുന്ന സമയമാണ്. മനോവേദനയും ദുരിതങ്ങളും തടസ്സങ്ങളും അലച്ചിലും നേരിട്ട് വന്ന കുംഭൻ രാശിക്കാർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒന്ന് ശ്വാസം വിടാൻ കിട്ടുന്നൊരു അവസരമായിരിക്കും ഈ വർഷം. ദൂരെ കഴിഞ്ഞവർക്ക് വീട്ടിലെത്താൻ അവസരമുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കാണാം. വീടോ വസ്തുവോ സംബന്ധമായ കേസുകൾക്ക് താൽക്കാലിക പരിഹാരം കാണാൻ കഴിയും. ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങളും നേരിടും. സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച കുംഭൻ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ധനം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം കൂടിയാണ്. പൂജകളിലും തീർത്ഥയാത്രകളിലും മറ്റും പണം ധാരാളം ചിലവഴിക്കും. അനാവശ്യ സംശയം മൂലം അടുത്തുള്ളവരെ ശത്രുക്കളായി കാണും. കർമ്മരംഗത്ത് മാറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും. ഇപ്പോൾ ജോലിയിലുള്ള ചുരുക്കം ചിലർക്ക് ജോലിയിൽ പുരോഗതി കാണും. ചിലർക്ക് കൈവന്ന അവസരം നഷ്ടമാകുന്നതാണ്. അപ്രതീക്ഷിതമായ ചിലവുകളും ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും. ജന്മശനി നടക്കുന്നതിനാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തായാലും അനുഭവിക്കേണ്ടതായി വരും. ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാനും ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും ഒക്കെ ഉണ്ടാകുന്നതാണ്. ചുരുക്കത്തിൽ നിലവിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുന്ന വർഷമായിരിക്കും. മീനൻ രാശി പൂരുരുട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്കാരുടെ മേടമാസത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ രാഹുവും ശുക്രനും ബുധനും ജന്മത്തിൽ, അതായത് നിങ്ങളുടെ രാശിയിൽ, 2-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴനും, 7-ൽ കേതുവും 12-ൽ ശനിയും ചൊവ്വയും സഞ്ചരിക്കുന്നു. മേടമാസത്തിൻ്റെ തുടക്കം ഇപ്പോഴുള്ള പോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. മെയ് മാസത്തോടെ വ്യാഴം ധനസ്ഥാനത്ത് നിന്നും ധൈര്യവീര്യസ്ഥാനമായ 3-ൽ ഇടവൻ രാശിയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങും. ജന്മത്തിലെ രാഹു ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ചിലർ പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടും. വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് മംഗല്യയോഗം ഉണ്ടാകും. പ്രണയിതാക്കൾ പതിവിലുമധികം സ്നേഹം പ്രകടിപ്പിക്കും. ചിലർ വിവാഹിതരാകും. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം. 2-ാം വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹം നടക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പ്രശസ്തി ഉണ്ടാകും. സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്ന മീനൻ രാശിക്കാരിൽ
അവരവരുടെ ജാതക ദശാഭുക്തി സപ്പോർട്ട് ചെയ്യുന്ന പക്ഷം സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു. തീർത്ഥയാത്രകൾ നടത്തും, ഗുരു തുല്യവരായവരെ കണ്ടുമുട്ടും, വിദേശയാത്രകൾ പോകും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉന്നത പഠനത്തിന് വിദേശത്ത് പോയി പഠിക്കാൻ സാധിക്കുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി, പിതാവിൽ നിന്നും ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും. വ്യാഴം 3-ൽ സഞ്ചരിച്ചാലും അത് നിൽക്കുന്ന സ്ഥാനബലത്തേക്കാൾ ദൃഷ്ടിബലം കൂടുതലായി ഉള്ളതിനാൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ മീനൻ രാശിക്കാർക്ക് യോഗമുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ വ്യാഴം നിങ്ങളുടെ 3-ാമത്തെ രാശിയിൽ നിന്നും ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ രാശിയുടെ 7, 9, 11 ഭാവങ്ങളിലാണ്. ഈ ഭാവങ്ങളെല്ലാം വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടുന്നത് മൂലം ആക്ടിവേറ്റ് ആകും. 7-ലെ കേതു ദമ്പതികൾക്കിടയിൽ ചില ബുദ്ധിമുട്ടുകൾ തന്നാലും വ്യാഴത്തിൻ്റെ ആ ദൃഷ്ടി മൂലം അതൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ചില ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായാലും വിഷുഫലം നിങ്ങൾക്ക് അനുകൂലമായാണ് കാണുന്നത്. ചിലർക്ക് വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഉണ്ടാകും. കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടാകാം. പൊതുവെ 7 ശനിയുടെ തുടക്കകാലമാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.